Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പേപ്പറാണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്, ഡാറ്റ അനലറ്റിക്സ്. സോ ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ് ചാപ്റ്റേഴ്സ്, ദെൻ എത്ര മാർക്കിന്റെ എക്സാം ആണ്, ദെൻ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, നമ്മൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ ഡാറ്റ അനലറ്റിക്സ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് കണ്ടൻസ് വരുന്നത്. 4 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ഡാറ്റ അനലറ്റിക്സ് ആണ്. നമുക്കിതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ അനലറ്റിക്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ദെൻ ഡാറ്റ വിഷ്വലൈസേഷൻ ആൻഡ് ടെക്നിക്സ് ആണ് പിന്നെ. ആൻഡ് ഫൈനലി ഫെമിലിയറൈസേഷൻ ഓഫ് ഡാറ്റ അനാലിസിസ് ടൂൾസ്. ഇങ്ങനെ 4 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മൊഡ്യൂളും പിന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായ ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ മൊഡ്യൂൾസ് തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂള് വലിയ കുഴപ്പമില്ലാത്തതാണ്. അതിൽ പക്ഷേ ഈ പറയുന്ന 2 മാർക്സ് അതുപോലെ തന്നെ 5 മാർക്സിനുള്ള സാധ്യത കൂടുതൽ അവിടെ വരുന്നുണ്ട്. എസ്എക്ക് കുറച്ചും കൂടി ഞാൻ സ്കോപ്പ് കാണുന്നത് മൊഡ്യൂൾ നമ്പർ 3 and 2 ആണ്. ഫസ്റ്റ് മൊഡ്യൂളിനും സാധ്യതയുണ്ട്. ഇപ്പോൾ എസ് നമുക്ക് 2 ചോദ്യങ്ങളാണ് വരിക. അതിൽ ഒരു ചോദ്യത്തിനാണ് ആൻസർ കൊടുക്കേണ്ടത്. ഇത് 45 മാർക്കിന്റെ എക്സാം ആണ് വരുന്നത്. അപ്പോൾ 3 ബ്ലോക്കിൽ നിന്ന് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്യാനുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം വരും, അതിൽ ഒരെണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ 3 ബ്ലോക്കിലും ഏറ്റവും കൂടുതൽ എസ്എക്ക് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഫോർത്ത് മൊഡ്യൂള് നിങ്ങൾ ടൈമിന്റെ ബേസിൽ നോക്കി പോകാനേ ഞാൻ പറയുള്ളൂ. കാരണം ഫോർത്ത് മൊഡ്യൂള് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുള്ള മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ ഉള്ള പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിലും അപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പാർട്ട് എയിൽ 8 ചോദ്യങ്ങളാണ് വരുന്നത് 1 മാർക്കിന്റെ. അതിൽ 5 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. 5 × 1 5 മാർക്ക്. ദെൻ രണ്ടാമത് 8 ചോദ്യങ്ങൾ പാർട്ട് ബിയിൽ വരുന്നു. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. 5 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. 5 × 2 10 മാർക്ക്. ദെൻ പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ നമുക്ക് 6 ചോദ്യങ്ങളാണ് വരിക. അതിൽ 4 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. ഒരു ചോദ്യത്തിന് 5 മാർക്ക്. 4 × 5 20 മാർക്ക്. ദെൻ എസ്എക്ക് 10 മാർക്കാണ്. 2 എണ്ണം തരും, അതിൽ ഒരെണ്ണത്തിന് ആൻസർ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് ടോട്ടൽ 45 മാർക്കിന്റെ എക്സാം ആണ്. 2 മണിക്കൂറാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 ബ്ലോക്കിൽ നമുക്ക് മെയിനായിട്ട് എസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള സ്കോപ്പുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ 2 എണ്ണം വരും, അതിൽ ഒരെണ്ണത്തിന് ആൻസർ കൊടുക്കുക. അപ്പോൾ ബ്ലോക്ക് നമ്പർ 4 നിങ്ങളുടെ ടൈമിന്റെ ബേസിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇപ്പോൾ ചോദ്യങ്ങളുടെ നമ്പർ എന്ന് പറയുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 8 ചോദ്യങ്ങൾ, സെക്കൻഡ് പാർട്ടിൽ 8 ചോദ്യങ്ങളുണ്ട്, 16 ചോദ്യങ്ങൾ. 16 6 22. അപ്പൊ 24 ചോദ്യങ്ങൾക്കുള്ള അവിടെ സ്കോപ്പ് ഉണ്ടെന്നുള്ളതാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതിലാദ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൗണ്ടേഷൻ ആണ് ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1 നമുക്ക് പഠിക്കാനുള്ള. അപ്പൊ ഇതില് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 5 മാർക്കിന്റെ ചോദ്യമായിട്ടോ. അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എസ്എക്ക് ഇടുകയെന്ന് അറിയില്ല. കൂടുതൽ 5 മാർക്കിന്റെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ എന്താ, മീൻ മീഡിയൻ മോഡ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ 5 മാർക്കിന് ഇട്ടിട്ടില്ല എങ്കിൽ അത് നമുക്ക് ഏതെങ്കിലും 1 മാർക്കോ 2 മാർക്കോ ആയിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളത് പഠിക്കണം. അതിൽ മീൻ, മീഡിയൻ, മോഡ് എന്താണെന്നും അതിന്റെ ഇക്വേഷൻസ് വളരെ ഈസിയാണ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഫോർമുല പഠിക്കാൻ. അപ്പൊ അത് പുതിയൊരു ടോപ്പിക് അല്ല, തിയറി തന്നെയാണ് വരാ. മീൻ എന്താണ് തിയറി പഠിക്കുക, അതിന്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ മീഡിയൻ, അതുപോലെ തന്നെ മോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. പിന്നെ നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്
ഈ പറയുന്ന ഡിസ്പേർഷന്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ റേഞ്ച്, പിന്നെ സ്ക്യൂനെസ് എന്താണ്, പോപ്പുലേഷൻ എന്താണ്. ഇപ്പോൾ ഇതൊക്കെ 1 മാർക്ക് ചോദ്യങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന. അപ്പോൾ റേഞ്ച് എന്താണ്, സ്ക്യൂനെസ് എന്താണ്, ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യങ്ങളിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർബന്ധമായും പഠിച്ചു വെക്കണം. എന്താണ് സ്ക്യൂനെസ്, അതുപോലെ എന്താണ് റേഞ്ച്, പോപ്പുലേഷൻ 1 മാർക്ക് ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കണം. ഇപ്പൊ നിങ്ങളാണ് ഈ ഒരു പേപ്പർ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത്, ഇതിനൊരു പാസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസിന്റെ ബേസിലാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സജഷൻസ് നൽകുന്നത്. നിങ്ങളാണ് ആദ്യമായിട്ട് ഈ ഒരു പേപ്പർ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഒരു പേപ്പർ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാറുണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പേർഷനും നോക്കാം. 2 മാർക്ക് 1 മാർക്ക് ചോദ്യങ്ങൾ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെയൊക്കെയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്കെയിലിംഗ് ഓഫ് ഡാറ്റ ഉണ്ട്, നോക്കാം. ദെൻ ഇവിടെ അടുത്തതായിട്ട് വരുന്നത് വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. ഇതൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞു. വാരിയൻസ് 2 മാർക്ക് ചോദ്യം. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വെക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഗെയിൻ 2 മാർക്സ് ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ് സ്റ്റാറ്റിയിലൊക്കെ. അപ്പോ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എന്താണ് വാരിയൻസ്, അതുപോലെ തന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണ് എന്നൊക്കെ 2 മാർക്സിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 5 മാർക്കിലേക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. കോറിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ സ്റ്റാറ്റിയില്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ സെമസ്റ്ററിൽ ആ കഴിഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഈ ഏരിയാസിലോട്ടൊക്കെ ഒന്ന് കിടക്കാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് യൂണിറ്റ് നമ്പർ 1. അപ്പോൾ യൂണിറ്റ് നമ്പർ 1 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, അതിലിപ്പോൾ ഈ റേഞ്ച്, സ്ക്യൂനെസ്, പോപ്പുലേഷൻ ഇതൊക്കെ 1 മാർക്ക് 2 മാർക്കിലേക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, അതുപോലെ തന്നെ കോറിലേഷൻ ഇതൊക്കെ എന്താണ്, തിയറി, അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങൾ ഇത്ര പഠിക്കുക. അപ്പോൾ ഈ പറയുന്ന പാർട്ടിലോട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ യൂണിറ്റ് നമ്പർ 1 പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പാർട്ട് 1 and 2, 3. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോബബിലിറ്റി ഫോർ എക്സ്പ്ലോറിംഗ് ഡാറ്റ അനാലിസിസ്. അപ്പോൾ എസ്സേക്ക് ഇടാം വേണമെങ്കിൽ, അതിലേക്ക് 5 മാർക്ക് ആവാം. ബയാസ് തിയറം എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാം. ജോയിന്റ് പ്രോബബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനെ പ്രോബബിലിറ്റി എന്താണ് 2 മാർക്കിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി നിർബന്ധമായും പഠിക്കുക. ഇതിൽ പല ടേമുകളുണ്ട് റൂൾസിൽ. അഡീഷൻ, കണ്ടീഷൻ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ഇതൊക്കെ 1 മാർക്ക് ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വെൻ ഡയഗ്രാം എന്താണ് പ്രതീക്ഷിക്കാം, 1 മാർക്ക് ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ ഈ ടേമുകൾ 1 മാർക്കിൻ്റെയിലേക്ക് പഠിച്ചു വയ്ക്കുക. സാമ്പിൾ സ്പേസ് എന്താണ്, നിങ്ങൾ പ്രോബബിലിറ്റിയിൽ ഒരുപാട് ടേമുകളുള്ള ഒരു സബ്ജക്ട് ഒരു ടോപ്പിക്കാണത്. അപ്പോൾ ആ ടേമുകൾ മുഴുവൻ പഠിക്കുക. മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി, ഇപ്പൊ സാമ്പിൾ സ്പേസ് എന്താണ്, അഡീഷണൽ റൂൾ ഓഫ് പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി ഇതൊക്കെ നോക്കണം. ഡിപെൻഡന്റ് ഇവന്റ്സ് ഇതൊക്കെ 1 മാർക്ക് 2 മാർക്കിലേക്ക് ചുരുക്കി പഠിക്കുക. അതല്ലാണ്ട് വെറുതെ വലിച്ചു വാരിയിട്ട് ഇതിൽ പറയണ പോലെ മൊത്തം നോക്കി നേരം കളയരുത്. ദെൻ മാർജിനൽ പ്രോബബിലിറ്റി നോക്കാം. നെക്സ്റ്റ് റാൻഡം വാരിയബിള്. ഇതാണ് എസ്സേക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ആവാം. ജോയിന്റ് പ്രോബബിലിറ്റി, അതുപോലെ ബയാസ് തിയറം എന്താണ്. ബയാസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ശരിക്കും പറഞ്ഞതിൽ അധികമൊന്നും കാണാനില്ല. അപ്പോൾ 5 മാർക്കിലേക്ക് ആവാം മേ ബി അവരിടാം. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജോയിന്റ് പ്രോബബിലിറ്റി, ബയാസ് തിയറം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എസ്സേ പ്രസന്റ് ചെയ്യാൻ ഏറ്റവും സുഖം മൊഡ്യൂൾ നമ്പർ 3ഉം 2ഉം ആണ്. ഞാൻ ഈ മൊഡ്യൂൾ നമ്പർ 1 കൂടുതൽ ഈ പാർട്ട് 1, 2, 3ലാണ് പ്രതീക്ഷിക്കുന്നത്. 1 മാർക്ക് 2 മാർക്ക് 5 മാർക്ക് ചോദ്യങ്ങളിൽ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു കാര്യങ്ങൾ. ഈ ടേമുകളൊക്കെ നോക്കി വയ്ക്കണം കേട്ടോ. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയിട്ട് കാണാൻ സാധിക്കും. ഓരോ ടേമുകൾ പഠിക്കുക, അതിൻ്റെ ബേസിക് തിയറി ഇക്വേഷൻ മാത്രം നോക്കുക. അതല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി നേരം കളയരുത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മാത്രം നോക്കുക 1 മാർക്ക് 2 മാർക്കിലേക്ക്. അതിൻ്റെ ആപ്ലിക്കേഷൻ 2 മാർക്സ് ചോദ്യമാണ്, തിയറി. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് നോക്കണ്ടേ, പ്രോബബിലിറ്റി എന്താണ്, ടേമുകൾ, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഈക്വലി ലൈക്ലി, അഡീഷണൽ റൂള്, മൾട്ടിപ്ലിക്കേഷൻ റൂള്, അതുപോലെ തന്നെ ബയാസ് തിയറം, ജോയിന്റ് പ്രോബബിലിറ്റി ഇതൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. ഡീറ്റെയിലോട്ടല്ല 2 മാർക്ക് 1 മാർക്ക് അങ്ങനെ കാര്യങ്ങളിലോട്ട്.
നോർമൽ ഡിസ്ട്രിബ്യൂഷനും ആപ്ലിക്കേഷനിൻ്റെ തിയറി നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ബ്ലോക്ക് നമ്പർ 1. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് നമ്പർ 2 ആണ്. ഒരു എസ്സേക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്കോപ്പുള്ള ഒരു ബ്ലോക്കാണ്. അതിന് തന്നെ ഡാറ്റ 1 മാർക്ക് ചോദിച്ചിട്ട് വരാം. നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവാം. ഡാറ്റ യൂസേജ് തിയറി നോക്കുക. ദെൻ നെക്സ്റ്റ് ഇതിൽ 5 മാർക്സിൻ്റെയിലേക്ക് ഉള്ളൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഡാറ്റ. നിർബന്ധമായി നോക്കാം കേട്ടോ. അതിൽ നോമിനല്, ഓർഡിനല് ഇതൊക്കെ ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഡിസ്ക്രീറ്റ് നോക്കി വെച്ചോ. ഇനി അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ഡാറ്റ പ്രോസസ്സിംഗ് ടെക്നിക്സ്. 5 മാർക്കിൻ്റെയിലേക്ക് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. 4 പോയിന്റ് ആണ് വരുന്നത്. എസ് എ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്ക് ഈ ഒരു ചാപ്റ്ററുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ഇതാണ്. അപ്പോൾ ബിഗ് ഡാറ്റ എന്താണ്, ബിഗ് ഡാറ്റ എന്താണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ബിഗ് ഡാറ്റയുടെ ടൈപ്സ് നോക്കി വെച്ചോളൂ. അതിനേക്കാൾ ഉപരി ഈ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഒരു എസ്സേക്ക് എന്ന് പറയുമ്പോൾ വൈ ഈസ് ബിഗ് ഡാറ്റ യൂസ്ഡ് ബൈ മെനി ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു 8 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിലെ എസ്സേക്ക് സ്കോപ്പുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണിത്. എന്താണ് ബിഗ് ഡാറ്റ, അതിൻ്റെ ടൈപ്സ്, എന്തുകൊണ്ട് ഓർഗനൈസേഷൻസ് ബിഗ് ഡാറ്റ യൂസ് ചെയ്യുന്നു, അത് നോക്കാം. പിന്നെ ഡാറ്റ വെയർ ഹൗസിംഗ് ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, അത് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിപ്പോൾ പറഞ്ഞ പോലെ 5 മാർക്കിൻ്റെയിലേക്കൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എസ്സേക്ക് സ്കോപ്പുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബിഗ് ഡാറ്റയാണ്. അതുപോലെ തന്നെ ഡാറ്റ വെയർ ഹൗസിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, ബെനിഫിറ്റ്സ് ഒക്കെ കൂടിയിട്ടുള്ളത്. ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഡാറ്റ അനലറ്റിക്സ് ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിൻ്റെ 6 ഫേസസ് പറയാൻ വേണ്ടിയിട്ട് വരുമെന്നുള്ളത് നമുക്കറിയില്ല. അതും സ്കോപ്പുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം പറഞ്ഞു. ഈ ഒരു ബ്ലോക്കിൽ ബിഗ് ഡാറ്റ നോക്കണം, ഡാറ്റ വെയർ ഹൗസിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ, ലിമിറ്റേഷൻസ്, ബെനിഫിറ്റ്സ് കേട്ടോ. ഡാറ്റ അനലറ്റിക്സ് ലൈഫ് സൈക്കിൾ 5 മാർക്കിലേക്ക് 6 പോയിന്റ് ആണ് അതിലുള്ളൂ. അതിലേക്ക് സ്കോപ്പ് ഉള്ളതാണ്. എസ്സേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 2 ശരിക്കും പറഞ്ഞാൽ എസ്സേക്ക് ഒരു 8 പോയിന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ അത് പഠിക്കുക. വലിച്ചു വാരി പഠിച്ച സമയം കളയരുത്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനെയൊക്കെ നോക്കണ്ടേ. ഡാറ്റ എന്താണെന്ന് നോക്കുക, ടൈപ്സ് ഓഫ് ഡാറ്റ 5 മാർക്കിൻ്റെയിലേക്ക് നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ആണ്. അതിൽ ക്വാളിറ്റേറ്റീവില് നോമിനൽ, ഓർഡിനല്, ദെൻ ക്വാണ്ടിറ്റേറ്റീവില് ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്, ഇതൊക്കെ 2 മാർക്ക് 5 മാർക്കിലേക്കും വരാം. ഡാറ്റ പ്രോസസ്സിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ 5 മാർക്കിൻ്റെയിലേക്ക് ആവാം. അതല്ലെങ്കിൽ അതിൽ ഉള്ളിലുള്ള ഡാറ്റ ക്ലീനിങ്, ഇൻ്റഗ്രേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡാറ്റ റിഡക്ഷൻ ഒക്കെ 2 മാർക്സിൻ്റെയിലേക്കും വേണമെങ്കിൽ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. എസ്സേക്ക് ബിഗ് ഡാറ്റേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2, ബ്ലോക്ക് നമ്പർ 2. അതിൽ മെഷീൻ ലേണിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. മെഷീൻ ലേണിംഗ് എന്താണെന്ന് നോക്കാം. അല്ലാണ്ടൊരു ഡീറ്റെയിൽസ് നമ്മളിതിൽ വരുന്നത് മെഷീൻ ലേണിംഗ് നോക്കാം എന്താണെന്ന്. പിന്നെ ഇതിൽ കെ മീൻസ് ക്ലസ്റ്ററിങ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. എന്താണ് കൺസെപ്റ്റ്. 1 മാർക്കിൻ്റെയിലേക്ക് DB സ്കാൻ എന്താണ്, 1 മാർക്ക് ചോദ്യം. അത്രയ്ക്ക് നോക്കിയാൽ മതി. പിന്നെ റിഗ്രഷൻ ആണ് ഇതിൽ. ലീനിയർ റിഗ്രഷൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കണം. അല്ലെങ്കിൽ റിഗ്രഷൻ എന്താണ് 2 മാർക്സിലേക്കുള്ള ഒരു സജഷനാണ്. ദാറ്റ്സ് ഓൾ. റിഗ്രഷൻ നോക്കുക, മറ്റേ കാര്യം നോക്കുക. അത്രയാണ് ഞാൻ ഈ യൂണിറ്റിൽ മെയിനായിട്ട്. കെ മീൻസ്, DB സ്കാൻ, റിഗ്രഷൻ, ഇത്ര ഏരിയസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ശരി പറഞ്ഞ ബ്ലോക്ക് നമ്പർ 2 ഞാൻ യൂണിറ്റ് നമ്പർ 1 ആണ് കൂടുതൽ ഞാൻ സജഷനായിട്ട് നൽകുന്നത്. അത് അങ്ങനെ പഠിക്കുക കേട്ടോ. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 3, അഗെയിൻ എസ്സേക്ക്. ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 2, 3 അതിൽ നിന്നിടാം. അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 1 പ്രോബിലിറ്റി ഏരിയ ആണ് പിന്നെ സ്കോപ്പ് ഉള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ യൂണിറ്റ് നമ്പർ 1 ഡാറ്റ വിഷ്വലൈസേഷൻ കൺസെപ്റ്റ് ആണ്. എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ ഉണ്ട്. ദെൻ ഇതാണ് എസ്സേക്ക് ഉള്ളത്. പർപ്പസ് ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ നമുക്ക് എസ്സേക്ക് സ്കോപ്പ് ഉള്ള ഒരു ടോപ്പിക്കാണ്. നിർബന്ധമായും പഠിക്കുക. ഡാറ്റ വിഷ്വലൈസേഷൻ എന്താണ്, പർപ്പസ് ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ. ഓക്കെ. പിന്നെ
നെക്സ്റ്റ് കീ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഡാറ്റ വിഷ്വലൈസേഷൻ്റെ ജസ്റ്റ് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞത് നോക്കിക്കോളൂ. ദെൻ വിഷ്വൽ ഫോമാറ്റ്സിലെ ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, ഹിസ്റ്റോഗ്രാം ഇതൊക്കെ കാണാനില്ലേ? ഒരു മാർക്കിന് ചോദിക്കും. എന്താണ് ബാർ ചാർട്ട്, എന്താണ് ലൈൻ ചാർട്ട്, ഹിസ്റ്റോഗ്രാം എന്താണ്, ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കും. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വെക്കുക കേട്ടോ. ഡാറ്റ വിഷ്വലൈസേഷൻ്റെ ചലഞ്ചസ് ആണ് നെക്സ്റ്റ് വരുന്നത്. 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ചലഞ്ചസ് ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ, അത് ആ രീതിയിലേക്ക് പഠിച്ചു വെക്കുക. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പിന്നെ SAക്ക് സ്കോപ്പിലാണ് കോമൺ ഡാറ്റ വിഷ്വലൈസേഷൻ യൂസ് കേസസ് എന്ന് പറയുന്നത്. ബട്ട് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണ്, അതിൻ്റെ പർപ്പസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് SAക്ക്. ഇത് രണ്ടും SAക്ക് സ്കോപ്പ് ഉള്ളതാണ് കേട്ടോ. ഞാൻ കൂടുതൽ നേരത്തെ പറഞ്ഞാണ് പ്രതീക്ഷിക്കുന്നത് SAക്ക്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്തായാലും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു SAക്ക് ഏറ്റവും സ്കോപ്പ് ഉള്ളതാണെന്ന്. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം ടൈപ്സ് ഓഫ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് SAക്ക്. ഇപ്പോൾ പിക്ചോഗ്രാംസ് അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ഏതെങ്കിലും 1 മാർക്ക് 2 മാർക്കായിട്ട് ബാർ ഗ്രാഫ്. ബട്ട് കൂടുതൽ അത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട്. ലൈൻ ഗ്രാഫ് എന്താണ്, ബാർ ഗ്രാഫ് എന്താണെന്നൊക്കെ, പൈ ചാർട്ട് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെ 2 മാർക്ക് 5 മാർക്കിലേക്ക് സെപ്പറേറ്റ് പ്രതീക്ഷിക്കുന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ടൈപ്സ് ഓഫ് ഇതിൻ്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം SA ഇടാം, ചാർട്ട് ആൻഡ് ഗ്രാഫ്സ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്റോഗ്രാം എന്താണ്, 2 മാർക്കോ 5 മാർക്കോ ആയിട്ടോ. അല്ലെങ്കിൽ ഈ പറയുന്ന പൈ ചാർട്ട് എന്താണ്, 2 മാർക്ക് 5, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അങ്ങനെയും ചോദിക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള 2 ടോപ്പിക്സ് ഇതിൽ പറയാനുള്ളത്, നമ്പർ 1 ഡാറ്റ വിഷ്വലൈസേഷൻ എന്താണ് അതിൻ്റെ പർപ്പസ്, പിന്നെ ഈ ടൈപ്സ് ചാർട്ടിൻ്റെ ഗ്രാഫിൻ്റെ ഒക്കെ വളരെ എളുപ്പമുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത് 2 and 5 മാർക്സിലേക്കാണ് ഞാൻ പിന്നെ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എടുത്തിട്ട് ഹിസ്റ്റോഗ്രാം എന്താണ്, പൈ ചാർട്ട് എന്താണ്, ബാർ ഗ്രാഫ് എന്താണ്, ലൈൻ ഗ്രാഫ് എന്താണ്, അങ്ങനെയും ചോദിക്കാം സെപ്പറേറ്റ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കാണാം കേട്ടോ. ഇതിൽ ഓരോ ചാർട്ടുകൾ, ഫണൽ ചാർട്ട്, പൈ ചാർട്ട്, ഇതൊക്കെ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതൊക്കെ പഠിച്ചു പോകണം കേട്ടോ. ഫ്ലോ മാപ്പ് 1 മാർക്ക് ചോദിക്കാം, പോയിന്റ് മാപ്പ് 1 മാർക്ക് ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കാം. അത്രയ്ക്ക് തന്നെയുള്ളൂ. ദെൻ ന്യൂമറിക്കൽ ആൻഡ് നോൺ ന്യൂമറിക്കൽ ഡാറ്റ എന്താണ്, കൺസെപ്റ്റ് നോക്കണം. എന്താണ് ന്യൂമറിക്കൽ ഡാറ്റ, എന്താണ് നോൺ ന്യൂമറിക്കൽ ഡാറ്റ, 2 മാർക്സിലേക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് നമ്പർ 1. നമ്മുടെ മൊത്തം ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു യൂണിറ്റ് ആണ്. കാരണം SA 2 മാർക്സ് 5 മാർക്സ് 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് ഈ ഒരു യൂണിറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 SA ടോപ്പിക് ഉണ്ട്. മെയിനായിട്ട് 2 SA വിഷ്വലൈസേഷൻ്റെ പർപ്പസ്, ചലഞ്ചസ്, പിന്നെ ഈ പറയുന്ന ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് എന്ന് പറഞ്ഞാൽ SAക്ക് ഇടാം. അതല്ലെങ്കിൽ 2 മാർക്കിൽ അല്ലെങ്കിൽ 5 മാർക്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും തെരഞ്ഞു പിടിച്ചിടും. ഹിസ്റ്റോഗ്രാം എന്താണ്, പൈ ചാർട്ട് എന്താണ്, ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്, ഇതൊക്കെ എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ഓക്കെ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ അത്. മൂവിങ് ടു യൂണിറ്റ് നമ്പർ 2 ഡാറ്റ വിഷ്വലൈസേഷൻ മെത്തേഡ്സ് ആണ്. ഇതിൽ എന്താണ് ഡാറ്റ വിഷ്വലൈസേഷൻ നോക്കാം. നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ചാർട്ട്സ്. ഇതിൽ ഈ പറയുന്ന ടേമുകൾ നോക്കിയോളൂ കേട്ടോ. KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, 2 മാർക്സ് ചോദ്യമാണ്. പിന്നെ ഈ ടേമുകളിൽ ഏതെങ്കിലും KPI എന്തെങ്കിലും നോക്കാം. ഫിൽറ്റേഴ്സ് എന്താണെന്ന് നോക്കി വയ്ക്കാം. ദെൻ പിന്നെ ഇതിൽ വലിയൊരു അല്ലെങ്കിൽ 5 മാർക്കിലേക്കൊക്കെ ആവാം ചോദിക്കാൻ സ്കോപ്പുള്ളൊരു ചോദ്യം ഇതിൽ നിന്നുള്ളത്, സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ഡാറ്റ വിഷ്വലൈസേഷൻ. 5 മാർക്കിൻ്റെയിലേക്കാണ് ഞാൻ കൂടുതലതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അതന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ യൂസിങ് പബ്ലിഷിംഗ് എ റിപ്പോർട്ട്. ഇതാണ് ഈ ഒരു യൂണിറ്റിലെ SAക്ക് സ്കോപ്പ് ഉള്ളത്. എന്നാലും ഞാൻ യൂണിറ്റ് നമ്പർ 3ക്ക് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇതും കൂടി നോക്കി വെച്ചോളൂ. ഡാറ്റ വിഷ്വലൈസേഷൻ യൂസിങ് പബ്ലിഷിംഗ് എ റിപ്പോർട്ട് 13 പോയിന്റ് ഉണ്ട് SA സ്കോപ്പുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ 2 ബ്ലോക്കിലോട്ട് പോവുകയാണെങ്കിൽ യൂണിറ്റ് നമ്പർ 1 പർപ്പസ് ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ, യൂണിറ്റ് നമ്പർ 2 ഡാറ്റ വിഷ്വലൈസേഷൻ യൂസിങ് പബ്ലിഷിംഗ് എ റിപ്പോർട്ട്. ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ SAക്ക് സ്കോപ്പ് ഉള്ളത്. ആദ്യത്തെ പേപ്പറാണ്, അവരത് ഇടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ടോപ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്.
ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 3. ഈ 3 ബ്ലോക്കുകളിലോട്ട് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 80% മാർക്ക് ലഭിക്കും. ബാക്കി ഒരു 20%ന്റെ അടുത്ത് പോലും അതിനായിട്ട് കുറവ് മാത്രമാണ് ലാസ്റ്റ് ബ്ലോക്കിലിട്ടുള്ള. ലാസ്റ്റ് ബ്ലോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടെക്നിക്കൽ കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് ആർ എന്താണ്, കീ ഫീച്ചർ ഓഫ് ആണ്. ഈ കാര്യം നോക്കിക്കോളൂ, 2 മാർക്കോ 5 മാർക്കിലേക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ വളരെ ടെക്നിക്കലി ഭയങ്കര ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിന് ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. വെറുതെ ഇത് നോക്കി നിങ്ങളുടെ അടുത്ത് ഞാൻ നേരം കളയാൻ പറയില്ല. ഇതിന് ഓപ്ഷൻസ് അപ്പുറത്ത് കിട്ടും. കാരണം ഞാൻ പറഞ്ഞു 8 ചോദ്യത്തിൽ 5 എഴുതിയാൽ മതി. ഇതിൽ നിന്നൊരു ചോദ്യം ഇട്ടാലും അപ്പുറത്ത് നല്ല ഈസിയസ്റ്റ് പാർട്ട് അപ്പുറത്തില്ലേ. അപ്പൊ നിങ്ങൾ ആ 3 ബ്ലോക്കുകൾ നന്നായി പഠിക്കുക. അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അത് വളരെ എളുപ്പമാണ്. ഓക്കെ, ബ്ലോക്ക് നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാറ്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ബ്ലോക്ക് നമ്പർ 2ഉം 3ലും പക്ക സിമ്പിൾ തിയറി ചോദ്യങ്ങളാ. ഓക്കെ, അപ്പോൾ ഈ 6 എന്താണെന്ന് നോക്കാം. പിന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ ഏരിയാസിൽ നിന്ന് എന്തെങ്കിലും വന്നാലും അപ്പുറത്തെ ഓപ്ഷനിലേക്ക് പോവാ. വെറുതെ ഇതുമ്മ തൂങ്ങി പിടിച്ച് നേരം കളയരുത്. കണ്ടോ, ഭയങ്കര ടെക്നിക്കൽ സംഭവങ്ങളാ വരുന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങളും എന്തായാലും ചോദ്യം ഇടും, കാരണം ഒരു ബ്ലോക്ക് അല്ലേ. ബട്ട് എനിക്ക് നിങ്ങളുടെ സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, കഴിയാത്തവരാണെങ്കിൽ ഇതിൽ നിന്ന് ചോദ്യം ഇടും. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് ഉണ്ടാവും. 8 5 എഴുതിയാൽ മതി ഫസ്റ്റ് പാർട്ടിൽ, 2ാമത്തേൽ 8 5, 3ാമത്തേൽ 6 4 എഴുതിയാൽ മതി. ഇപ്പോൾ ഒരെണ്ണൊക്കെ ഇതിൽ നിന്ന് ഇട്ടല്ലോ, അപ്പൊ അപ്പുറത്ത് വേറെ ചോദ്യങ്ങളില്ലേ. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് നെക്സ്റ്റ് 6ന്റെ. ദെൻ ലാസ്റ്റ് യൂണിറ്റ് നമ്പർ 2 ഇതിൽ വിഖ എന്താണെന്നുള്ളതുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കിക്കോളൂ. 2 മാർക്കിന് പ്രതീക്ഷിക്കുക. അതിന്റെ ഫീച്ചേഴ്സ് ഇതൊന്ന് നോക്കി വെച്ചോ. വിക്കയുടെ ഇപ്പൊ 2 മാർക്ക് 5 മാർക്ക് കുറച്ച് പോയിന്റ്സ് അല്ലേ ഉള്ളൂ. ഇതിൽ നിന്ന് നോക്കാം. എഗെയിൻ പിന്നെ ഒരു എസ്സേക്ക് എടുത്തിടുമോ എന്നുള്ള അറിയില്ല, കാരണം ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അഡ്വാൻറ്റേജ് ഇത് ഒരു എസ്സേക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു സാധന. അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് സിമ്പിളാ, കാരണം ഒരു ബ്ലോക്കിൽ നിന്ന് എസ്സേ ഇടണല്ലോ. ബട്ട് അപ്പുറത്ത് വേറെ ചോദ്യം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയാനുള്ളത്, ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ നിന്ന് നോക്കാം. കാരണം ഒരുമാതിരി കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പ്രസന്റ് ചെയ്താൽ തന്നെ നമുക്കൊരു സുഖമില്ലേ. ഭയങ്കര ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എഗ്ലോമറേഷൻ ക്ലസ്റ്ററിങ് ആണ്. 2 മാർക്കിലേക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ലീനിയർ റിഗ്രഷൻ, നേരത്തെ ഞാൻ റിഗ്രഷന്റെ കൺസെപ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ആ രീതിയിൽ നോക്കാം. അപ്പോൾ ബ്ലോക്ക് നമ്പർ 2 ചില കാര്യങ്ങൾ നോക്കാം. 6 അതിന്റെ ബേസിക് തിയറി പഠിക്കാൻ പറഞ്ഞു. വികെയുടെ ബേസിക് തിയറി നോക്കാം. അങ്ങനെ 2-3 കാര്യങ്ങൾ നോക്കിയാക്കി അത് എന്തായാലും 2 മാർക്ക് 1 മാർക്കിലേക്ക് പ്രതീക്ഷിക്കാം. ബാക്കി നിങ്ങൾ മെജോറിറ്റി ഫോക്കസ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് നമ്പർ 2 and 3 എസ്സേ പാർട്ടിലേക്ക് പ്രതീക്ഷിക്കുന്നു. ബ്ലോക്ക് നമ്പർ 1 എസ്സേ ഇടുമെന്ന് അറിയില്ല. ബട്ട് 1 2 1 മാർക്ക് 2 മാർക്ക് 5 മാർക്കിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 മൊഡ്യൂൾ കൂടുതൽ പഠിക്കുക. അതില് ബ്ലോക്ക് നമ്പർ 1 2 യൂണിറ്റ് പഠിച്ച് അവസാനിപ്പിക്കാൻ സമയം വേണ്ട. ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1 ആണ് മെയിൻ സംഭവം. ബ്ലോക്ക് നമ്പർ 3 ആണ് 2 യൂണിറ്റിലും എസ്സേ ടോപ്പിക്കുകൾക്ക് സ്കോപ്പ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുക. ഞാൻ ചില യൂണിറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് നോക്കാൻ പറയുമ്പോൾ അതിന്റെ ടേമുകൾ പഠിച്ചാൽ മതി. വല്ലാണ്ട് ലെങ്തിയസ്റ്റ് ആയിട്ട് അതിനെ പോണ്ട, കാരണം അതിനുള്ള സ്കോപ്പ് ആ ചോദ്യങ്ങൾക്കുള്ളോ. ഒരു എസ്സേക്ക് വേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ബ്ലോക്ക് നമ്പർ 3 അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ബ്ലോക്ക് നമ്പർ 4 ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർ അതനുസരിച്ച് നോക്കാം. അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കാരണം പ്രസന്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ, അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നൊരു പേപ്പറാണ്, വായിക്കുമ്പോൾ അതിനൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെ. ബട്ട് ഞാൻ പറഞ്ഞ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും പഠനം ബ്ലോക്ക് നമ്പർ 1 വെച്ചിട്ട് ആരംഭിക്കുക. ബ്ലോക്ക് നമ്പർ 1 2 യൂണിറ്റും പഠിച്ച് അവസാനിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, സ്റ്റാറ്റ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതുകൊണ്ട്. അതിനുശേഷം ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1 പഠിക്കുക. അതിനുശേഷം ബ്ലോക്ക് നമ്പർ 3 1ഉം 2ഉം പഠിച്ചതിന് ശേഷം ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 2 നോക്കുക.
ഫൈനലി ഇതിലേക്ക് പോയാൽ മതി. ഇപ്പോൾ 4 കഴിഞ്ഞില്ലെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, 4ൽ മെയിൻ ആയിട്ടുള്ള 6 വീക്ക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി പോവുക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുക. 2 മണിക്കൂറിൻ്റെ എക്സാമാണ്, 45 മാർക്കാണ് വരുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.